രാജാക്കന്മാർക്ക് യാത്രയായപ്പോൾ സീതാദേവിയുടെ പിതാവായ ജനക മഹാരാജാവിനെ വണങ്ങി ശ്രീരാമചന്ദ്രൻ അരുളി ചെയ്തു. കടലിൽ ചിറകെട്ടി മറുകര കടന്നതും രാക്ഷസകുലത്തെ ആകെ നശിപ്പിച്ചതും അങ്ങയുടെ കാരുണ്യമുണ്ടായിരുന്നതുകൊണ്ടാണ്. ഇനി ഞാൻ തരുന്ന രത്നങ്ങളും മറ്റും സന്തോഷത്തോടെ സ്വീകരിച്ച് രാജ്യത്തിലെത്തി പുത്രിയെയും എന്നെയും മറന്നുകളയാതെ വസിച്ചാലും. സ്വർണം, രത്നങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ ദിവ്യവസ്തുക്കൾ എണ്ണമില്ലാതെ സീതാദേവിയുടെ കയ്യിൽ കൊടുത്തു ശ്രീരാമചന്ദ്രൻ ജനകന് കൊടുപ്പിച്ചു. യാത്രയാക്കി. ജനക മഹാരാജാവ് ആനന്ദ ബാഷ്പം തൂക്കിക്കൊണ്ട് അവയെല്ലാം സ്വീകരിച്ച് തൊണ്ടയിടർച്ചയോടെ ആശീർവദിച്ചിട്ട് സൈന്യത്തോടൊത്ത് യാത്രയായി. മാതുലനായ കേകയപുത്രൻ യുധാജിത്ത് ശ്രീരാമദേവനെ പിരിഞ്ഞു പോകുന്ന കാര്യം ചിന്തിച്ച് ദുഃഖിച്ചിരിക്കവേ ആഭരണങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ മുതലായവ കൊടുത്ത് സന്തോഷപൂർവ്വം ശ്രീരാമചന്ദ്രൻ യാത്രയാക്കി. സ്നേഹാധിക്യത്താൽ ഭരതകുമാരനെ മുറുകെ പുണർന്നുകൊണ്ട് പടയെക്കൂട്ടി യുധാജിത്ത് സ്വഭവനത്തിലേക്ക് പോയി. അനന്തരം കാശിരാജാവായ പ്രഹർദനെ ഗാഠമായി ആശ്ലേഷിച്ച് ചതുരംഗപ്പടയും മനോഹരമായ ആഭരണം, വസ്ത്രം മുതലായവയും വേണ്ടുവോളം കൊടുത്ത് യാത്രയാക്കി. വീണ്ടും അവിടെ ശേഷിച്ചിരുന്ന 300ഓളം രാജാക്കന്മാർക്കും വേണ്ടുവോളം ധനം നൽകി പൊയ്ക്കൊള്ളാൻ അനുവദിച്ചപ്പോൾ അവരും സ്വന്തം നഗരങ്ങളിലേക്ക് പോയി. ബന്ധുക്കളായ നമ്മളാരും സഹായിക്കാതെ തന്നെ സമുദ്രത്തിൽ ചിറകെട്ടി മറുകര കടന്നതും ദശമുഖൻ തുടങ്ങിയ രാക്ഷസന്മാരെ വധിച്ചതും ചിന്തിക്കുമ്പോൾ നാം നിസാരന്മാരായി പോകുന്നു. എങ്കിലും നാഥനെ കാണാൻ നമുക്ക് അവസരം ലഭിച്ചത് തന്നെ ചാരിതാർത്ഥ്യജനകമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് രാജാക്കന്മാർ അവരവരുടെ നഗരങ്ങളിലേക്ക് പോയി. ശ്രീരാമചന്ദ്രൻ ദുർലഭമായ വിശിഷ്ട വസ്തുക്കൾ എല്ലാവർക്കും കൊടുത്തയച്ചു. വാനര രാക്ഷസ വീരന്മാർ സുഗ്രീവനും വിഭീഷണനുമേ, ശ്രീരാമ ദേവനോടൊത്ത് വനങ്ങളിലും രാജ്യങ്ങളിലും നഗരങ്ങളിലും ഭവനങ്ങളിലുമെല്ലാമായി ഉല്ലാസപൂർവം നാളുകൾ കഴിച്ചു. അങ്ങനെ 2 ദിവസം കഴിയുന്ന ലാഘവത്തോടെ 2 മാസം കടന്നുപോയി. നാഥന്റെ ഗുണങ്ങൾ കൊണ്ടും പാർക്കാൻ ലഭിച്ച സുഖസൗകര്യങ്ങൾ കൊണ്ടും അവർ നാളുകൾ കഴിഞ്ഞു പോയത് അറിഞ്ഞതേയില്ല. അക്കാലത്തൊരിക്കൽ ശ്രീരാമചന്ദ്രൻ ബഹുമാനപൂർവ്വം സുഗ്രീവനോട് അരുളി ചെയ്തു. നീ സുഖത്തോടും സന്തോഷത്തോടും കൂടി കിഷ്കിന്ധയിൽ പോയി വാഴുക. വാനരന്മാരെ ഉപദ്രവിക്കാതെ നീ നിത്യവും സംരക്ഷിച്ചു കൊള്ളണം. ഇവരെല്ലാം നമ്മോടൊപ്പം നിന്ന് ജീവൻ കളഞ്ഞു പോരാടിയവരാണ്. നാം തമ്മിലുള്ള മൈത്രി ബന്ധം മറന്നുകളയാതെ ധർമ്മത്തിന് മുൻതൂക്കം നൽകി ദീർഘകാലം ജീവിക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രീരാമചന്ദ്രൻ സുഗ്രീവന് പലതരം ആഭരണങ്ങളും വസ്ത്രങ്ങളും മറ്റും സന്തോഷപൂർവ്വം നൽകി. അനന്തരം ശ്രീരാമചന്ദ്രൻ വിഭീഷണനോട് പറഞ്ഞു, നാം തമ്മിലുള്ള ബന്ധുത്വം മനസ്സിൽ നിന്ന് ഒരു കാലത്തും മറഞ്ഞു പോകരുത്. കൽപ്പാന്തകാലം വരെ നീ ലങ്കയിൽ സുഖിച്ച് ഭക്തോത്തമനായി വാഴുക. ആ സമയത്ത് ഹനുമാൻ ശ്രീരാമദേവന്റെ പാദകമലങ്ങളെ വന്ദിച്ചുകൊണ്ട് ശാന്തനായി പറഞ്ഞു, അങ്ങയുടെ തിരുവുടൽ പിരിഞ്ഞ് ദുഃഖത്തോടെ ജീവിക്കാൻ എനിക്ക് ശക്തിയില്ല. ലോകത്തിൽ രാമകഥ ഉള്ളിടത്തോളം കാലം സന്തോഷത്തോടെ അത് കേൾക്കാൻ എനിക്ക് ആയുസ് ലഭിക്കണം. അതിനിടയ്ക്ക് ഒരു നാളിൽ എനിക്ക് മരണം സംഭവിക്കരുത്. രാക്ഷസ കുലാന്തകനായ ലക്ഷ്മി വല്ലഭ, എനിക്ക് വേറെ ആഗ്രഹമൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തൊഴുതു നിൽക്കുന്ന വായുപുത്രനെ ലക്ഷ്മി വല്ലഭനായ ശ്രീരാമചന്ദ്രൻ ഗാഠമായി ആലിംഗനം ചെയ്തിട്ട് പുഞ്ചിരിയോടെ അരുളി ചെയ്തു, ലോകങ്ങൾ ഉള്ള കാലത്തോളം എന്റെ കീർത്തി നിലനിൽക്കും. അത്ര നാളും നീ ജീവിച്ചിരിക്കുക. ജനന മരണ ദുഃഖങ്ങളില്ലാത്ത നിർമ്മലമായ എന്റെ ബ്രഹ്മപദം ഞാൻ നിനക്കു തന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള അങ്ങയെ വേർപിരിഞ്ഞ് ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരവരുടെ രാജ്യത്ത് പോയി വസിച്ചു. പുത്രന്മാർ, മിത്രങ്ങൾ, ധനസമ്പത്ത്, ഭാര്യ മുതലായവയോടൊത്ത് എല്ലാവരും സുഖിച്ചു വസിച്ചു. ആ സമയത്ത് പുഷ്പക വിമാനം ശ്രീരാമദേവന്റെ മുന്നിൽ വന്ന് വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, അളകാപുരിയിലെത്തിയപ്പോൾ കുബേരൻ എന്നോട് പറഞ്ഞു, രാവണൻ നിന്നെ എന്റെ പക്കൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. രഘുനാഥൻ അവനെ വധിച്ചിട്ട് നിന്നെ സ്വീകരിച്ചു. ഇനിയും ഏറെക്കാലം നീ ശ്രീരാമദേവനെ തന്നെ വഹിക്കുക. അതിൽ കവിഞ്ഞ സന്തോഷം എനിക്ക് വേറെയില്ല. സാക്ഷാൽ മഹാവിഷ്ണുവിനെ തന്നെ നീ വഹിക്കും. രാജാവേ, കുബേരൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. രഘുനാഥ, എന്നും അങ്ങയെ പിരിഞ്ഞിരിക്കുവാൻ എന്റെ മനസ്സിലും പ്രയാസമുണ്ട്. ശ്രീരാമൻ, ഞാൻ ചിന്തിക്കുന്ന സമയത്തു നീ വരിക. ചൈത്രരഥത്തിൽ തന്നെ നീ മാന്യനായി വാഴുക. ഈ വിധം അരുളി ചെയ്തത് ഭഗവാൻ പുഷ്പകത്തെ തിരിച്ചയച്ചു.
സകല ലോകങ്ങളും ശോഭായമാനമായി വസന്തകാലം വന്നപ്പോൾ അനന്തശായിയായ ഭഗവാൻ മഹാവിഷ്ണു മൈഥിലിയോടൊത്ത് പൂർണമായ സുഖാനുഭൂതിയോടെ ജീവിച്ചു. അപ്പോഴേക്കും സീതാദേവിക്ക് ഗർഭം 4 മാസം തികഞ്ഞു. ജനങ്ങൾക്ക് ആനന്ദം വർദ്ധിച്ചു. വർണ്ണാശ്രമ ധർമ്മങ്ങൾക്കനുസരിച്ച് 14 ലോകങ്ങളെയും പരിപാലിച്ചുകൊണ്ട് സഹോദരന്മാരോടും മന്ത്രിമാരോടും പുരോഹിതനോടും കൂടി വേദാന്ത വേദ്യനായ ഭഗവാൻ വാണു. ഉത്തരരാമായണത്തിൽ 2-ാമത്തെ അധ്യായം ഇവിടെ കഴിഞ്ഞു.